മോന്തെന്ന് കണ്ടോട്ടെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കി അച്ഛനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛൻ അറിയാൻ വയ്യല്ലോ മൂപ്പരെ. നല്ല പിള്ള. കസ്തൂരി എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരാഞ്ഞിട്ട്. എന്താ ഉറക്കം വരാത്തെ? എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട കേട്ടോ. വന്ന് വെട്ടി വിഴുങ്ങ. ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കണമെന്നുള്ള എന്റെ തലവിധിയാണല്ലോ. അതെ, ഞാൻ ഷാപ്പിൽ നിന്ന് തിന്നു. ഇന്ന് എനിക്കൊന്നും വേണ്ട. എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? ദുഷ്ടാ, ഇവിടെ നിങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ കണ്ടല്ലേ ഞാനിവിടെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കസ്തൂരി, എന്റെ കസ്തൂരി, നീ കസ്തൂരി എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. കഷ്ടമുണ്ട്. രാത്രി മുഴുവൻ ഉറക്കം വെച്ച് കാത്തിരുന്നപ്പോ ഷാപ്പിൽ നിന്ന് തിന്നേച്ച് വന്നെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെങ്കിൽ ഒരു ശകലം കഴിച്ചേക്കാം. കസ്തൂരി, എന്റെ കസ്തൂരി. അയ്യോ, ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ആ ഷാപ്പിലെ അഴുക്ക. രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ സ്നേഹമായിട്ട് രണ്ട് വാക്ക് പറയാനോ ആർക്കും നേരമില്ല. പരമനൂര് നല്ല കാലം വരും. വരും വരും. ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ചുറ്റി ആയുസ് പോകുന്നത് തന്നെ മിച്ച. കാലുമടക്കി ഒരു തൊഴിയെന്നാ ഉണ്ടല്ലോ, താഴെ വീഴും. വേണ്ട വേണ്ട വേണ്ട. എങ്ങോട്ടാ? நான் காற்று வாங்க போனேன், ஒரு கவிதை வாங்கி வந்தேன், அது கேட்டு வாங்க போனேன், அந்த கண்ணு என்ன? ചുമ്മാ ഇതൊക്കെ വച്ചു കേട്ടല്ലേ, എവളൊക്കെ തട്ടിപ്പ് പാർട്ടികളല്ലേ. അതെങ്ങനെ നിനക്കറിയാം? നമ്മൾ ഇതത്ര കണ്ടേക്കുന്നു. എന്നാ പിന്നെ നീ തന്നെ വായി നോക്കാൻ വന്ന ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മളെ എന്താ പേര്? അയ്യപ്പൻ. നിങ്ങളുടെ എന്തിനാ ഒളിച്ചു തന്നെ? അയ്യോ, ഒളിച്ചിരുന്നല്ല, നമ്മൾ കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ട്. അപ്പൊ ഒരു രസത്തിൽ ഇങ്ങനെ മറഞ്ഞിരുന്ന് നോക്കിയെന്നേ ഉള്ളു. എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്. അയ്യോ, ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടമാണോ പെണ്ണുങ്ങളുടെ ഇടമാണോ എനിക്ക് അറിയില്ല. അപ്പൊ അവര് പറയുന്നത് ഇത് പെണ്ണുങ്ങളുടെ ഇടമാണെന്ന്, ഞാൻ പറയുന്നത് ആണുങ്ങളുടെ ഇടമാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. അല്ലല്ലേ, റോങ് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ശങ്കുടി ചെറിയ നിർബന്ധമാണ്. എന്താ കാര്യം? എന്താ കാര്യം? പറഞ്ഞത് ആണ് പെൺവേഷം കെട്ടിയാണെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിയാണോന്ന് അറിയാൻ വെറുതെ നോക്കാൻ വന്നതാ. അല്ല, അവൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ കാണിച്ചത് ആണും കയറുന്ന പണിയാണോ? മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ. ഞാൻ പെണ്ണാണെന്നെല്ലാം നോക്കണ. നല്ല അടി കൊടുക്കണമായിരുന്നു രണ്ടെണ്ണത്തിനും. മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയത്. എന്താന്ന്? സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നാട്ടുകാർക്ക് ഇത്ര സംശയം? നിന്നെ കണ്ടാലേ യാണ് പെൺവേഷം കെട്ടിയതാണെന്ന് തോന്നുന്നു. എന്തോ ഒറ്റ ഇടി വെച്ചതുണ്ടല്ലോ. നിങ്ങളെ അവിടെ പോയി കളിക്കാം. ശങ്കു, കുറെ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതണം. എസൻസ് കൂടി ജാസ്തിയാവാതെ നോക്കിയാൽ നന്ന്. ഊര് ചുറ്റി സർക്കസ് കളിച്ച് നടക്കുന്നവർക്ക് കരുതി വെക്കാൻ ഒരു സമ്പാദ്യമേ ഉള്ളൂ, ആരോഗ്യം. അത് നശിച്ചാ അവിടെ തീർന്നു. വിക്ടോറിയ സർക്കസുകാർക്ക് നിന്നെ ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളെ ആരെയും വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ലേ ശങ്കു? ഒറ്റയ്ക്കൊരു ഭാവി ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പ്രായം അതാണ്, പാറി പറന്ന് നടക്കാനേ തോന്നും. ചിറകൊടിയുന്നൊരു കാലുണ്ട്. അന്നത്തേക്ക് 10 കാശ് സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ
ഇപ്പൊ വല്ല സർക്കസിലും ഒക്കെ പോയാൽ നിന്നെ കൊണ്ട് അതിന് പറ്റും. ഇല്ലെങ്കിൽ നാളെ നീയും ചിന്തിച്ചെങ്കിലോ, എടുത്തു വളർത്തിയെന്നൊരു കടപ്പാടിന്റെ പേരില് ഗോവിന്ദനാശാനും മോക്കും വേണ്ടി നാട് തണ്ടി നടന്ന് ജീവിതം തൊലച്ചൊന്ന്. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കസ്തു കസ്തു സാഹസികനായ ഈ ഒരു യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെയായി കസ്തുവിന്റെ ഓരോ പ്രവൃത്തികളും. എന്താ? എന്റെ കാര്യത്തിൽ കസ്തുവിന് യാതൊരു ശ്രദ്ധയുമില്ല. അയ്യോ മാടനമ്പുരാനെ, വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കില്ല എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിലല്ലാതെ വേറെ ആരുടെ കാര്യത്തില എനിക്ക് ശ്രദ്ധ? വല്ല തിന്നോ? മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ. പിന്നെ എവിടെ ചെന്നാലും നാട്ടുകാരുടെ ഇടയില് ചങ്കുവിന്റെ പേരെന്താന്ന് അറിയാലോ, കുടിയൻ, താന്തോന്നി. അപ്പോ നാട്ടുകാര് കാണിക്കെ അവന്റെ കൂടെ ആടിപ്പാടി നടന്ന അത് കസ്തൂനും ചീത്തപ്പേര് വരുത്തും. അത് നമ്മുടെ ഭാവിയും ബാധിക്കും. പൊന്നെ എന്തോ? അയ്യോ കൈ തരിക്കുന്നു കണ്ണേ. എന്തിനാ? കരണക്കുറ്റിക്കൊന്ന് തരാൻ. നാട്ടുകാർ മുമ്പിച്ച് തല്ല് വാങ്ങല്ലേ കഴുത. കാക്കരക്കടവ് നിവാസികളെ, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ടെൻകണക്കിന് ഭാരമുള്ള ഒരു കാറിനകത്ത് 10ഓളം മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടിനാലിക കൊണ്ട് കെട്ടിവലിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസ്റ്റർ ശംഖു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാണൂ സുഹൃത്തുക്കളെ. ഒഴിച്ചാൻ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടം നിറഞ്ഞ ഈ കലാപ്രകടനം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതാ അത്ഭുതകരമായ രീതിയിൽ മാസ്റ്റർ ശംഖു ഈ പരിപാടി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 15ഓളം തീപ്പന്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അഗ്നിവളയമാണ് ശ്രീമാൻ ശംഖുവിന്റെ കയ്യിലിരിക്കുന്നത്. തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയത്തിലൂടെ കടന്നു പോകുന്ന അത്യാപൽക്കരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശംഖുവിനെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, മനുഷ്യ മനസ്സാക്കിയെ കിടില കൊള്ളിച്ചുകൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതിസാഹസ പ്രകടനങ്ങളാണ് നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ ശ്രീമാൻ ശംഖുവിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയം കടന്നു പോകുന്ന അത്ഭുതകരമായ കാഴ്ച കാണും സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങളുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ കൊച്ചു സഹോദരൻ ഇതാ വളരെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം ഈ പരിപാടി ഇവിടെ വിജയിപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സംഭാവനയുടെ കാര്യം മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ദേവി, സർവേശ്വരി, മഹാമായേ, ഇന്നും നടയടച്ചോ? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ? പിന്നെ എന്തിനാ നടയടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ? സത്യമായിട്ടും ഇല്ലല്ലോ? പിന്നെ എന്തിനാ ദേവി വെറുതെ നട? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ? പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാ, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തണ്ടി നടക്കുന്നൊരു പാവമല്ലേ ശംഖു?
ശങ്കുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ദേ ശങ്കുവിന് ദേഷ്യം വരും. മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി തുറക്കാൻ. ദേവി ദേവി തുറക്കാൻ. ഇവിടെയാ കിടപ്പ്. ആ ചേച്ചി ദേ നോക്ക്, തെക്കേപ്പറമ്പിൽ സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ആളാ. സാവിത്രി കുട്ടിയോ? കാണാൻ കൊതിച്ചൂലോ നിന്നെ. ഈ വഴിക്ക് അമ്പലത്തിൽ പോക്കും വേണ്ടാന്ന് വെച്ചോ? ഇവിടെ ഒന്ന് കേറിയെന്നറിഞ്ഞ പിന്നെ അച്ഛനേട്ടൻ അത് മതിയല്ലോ. എന്നോടുള്ള വൈരാഗ്യം ഈ ജന്മം തീരില്ല മൂപ്പർക്ക്. അച്ഛമാമ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദിവസം ഉണ്ണിമാമയുടെ അടുത്ത് വരാൻ മുടക്കം വരുത്താറില്ലല്ലോ ഞാൻ. മോളുടെ പുറത്താണ് അല്ലേ? എല്ലാ ശാപങ്ങളും തുടങ്ങിയ ദിവസം. സുഭദ്ര മരിച്ചിട്ട് 23ാമത്തെ വർഷം. ഞാനത് എന്തേ ഓർക്കാതെ പോയത്? ഉണ്ണിമാമയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും. കാക്കരക്കാവിൽ ഇപ്പോഴും മഞ്ഞച്ചമ്പകം പൂക്കണുണ്ടോ ആവോ? അത് അവക്ക് വേണ്ടിയാ പൂക്കണത് എന്നായിരുന്നു പറച്ചില്. മദ്രാസിക്ക് അയക്കാനുള്ള വീണ ഇതുവരെ അയച്ചില്ലേ? അന്ന് വരുമ്പോ തിരക്കിട്ട പണിയായിരുന്നല്ലോ ഉണ്ണിമാമ. ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും ശ്രുതി ചേരുന്നില്ലേ എന്നൊരു സംശയം. ആ സംശയങ്ങൾ തീരായി ഉണ്ണിമാമയുടെ കൂടപ്പിറപ്പാ. എത്രയായാലും തൃപ്തിയാവില്ല. തിരക്കും ബഹളവും ഏത് കച്ചവടത്തിനും ആവാം. ക്രിയേഷൻ അത് പറ്റുമോ? നിന്റെ കൈകൊണ്ട് ഒന്ന് മീറ്റി കെട്ടിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പതിവും. ശ്രീകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇടയ്ക്ക് അവളെ എങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് സാവിത്രി തെണ്ടാൻ പോയില്ലേ? ഉണ്ണിമാമയുടെ അടുത്തൊന്ന്. ഉണ്ണിമാമ അന്നം തരണ പ്രതാപവർമ്മ തമ്പുരാന്റെ വായിലിരിക്കണ തെറി എന്നെ കേൾപ്പിച്ച് അടങ്ങൂല്ലേ? അദ്ദേഹത്തിന് കണ്ണെടുത്താ കണ്ടോടായി ഉണ്ണിമാമേ. ഈ കുടുംബത്തിന് ആരും അവനായിട്ട് ബന്ധപ്പെടുന്നത് തമ്പുരാൻ ഇഷ്ടമല്ല, അറിയാലോ. ഉപകാരം ഏതായാലും ഇല്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. സംഗീതം അത്ര സംഗീതം, ആവശ്യത്തിന് സംഗീതം, അത്യാവശ്യത്തിന് ദൈവദോഷമൊക്കെ ഇവിടെയും കയറി വന്നൂലോ. എന്നിട്ട് മതിയായില്ലേ? പെൺകുട്ടിയോട് നാളെണ്ണം വേറെ ഉണ്ട് ഇവിടെ. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ സാവിത്രി കുട്ടി എന്തിനാ വെറുതെ? അച്ഛമാമയുടെ ഇഷ്ടം അനിഷ്ടം തീരുമാനിക്കുന്നത് തമ്പുരാനാ. ആ തമ്പുരാൻ തീരുമാനിച്ച നമ്മളാരും ഉണ്ണിമാമയെ കാണാൻ പാടില്ലെന്നാണോ അമ്മൂമ്മയും പറഞ്ഞു വരുന്നത്? അവിടെ പോണ്ടെന്നും ഉണ്ണിയെ കാണണ്ടെന്നും അമ്മൂമ്മ പറയില്ല കുട്ടി. പണ്ടും എന്റെ മക്കളെക്കാളേറെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു.
കേസിന് പോണ ദിവസം അച്ഛന് കലിയും തുള്ളിലും കുറച്ച് ഏറിയാ. സാവിത്രി ചേച്ചിയാണെങ്കിൽ മറുത്തൊരക്ഷരം പറയില്ല. അച്ഛൻ നാളെ മടങ്ങുള്ളൂ അത്രേ. ചേച്ചി, ആൽപ്പറമ്പിൽ കളി കാണാൻ പോവാ നമുക്ക്. ഒരാളെ ജീവനോടെ കുഴിച്ചിടും അത്രേ. അപ്പൊ അയാൾ മരിച്ചു പോവില്ലേ? അയ്യേ, ഈ മിനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല. അതൊക്കെ കങ്കട്ടാടി. കങ്കട്ടാര് ഒരു കാലത്തും മരിക്കൂലേ? കൂടി മണ്ടൂസേ. ചേച്ചി 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 വരുമോ ഞങ്ങളുടെ കൂടെ? ചേച്ചിയില്ല, ഇതൊക്കെ കുട്ടികൾ കണ്ട കളിയല്ലേ. കുഞ്ഞുലക്ഷ്മി, അമ്മ തുടങ്ങി.